അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിൽ ഇറാൻ തകരുന്നു. ഇറാന്റെ ചൈനീസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം അവസരത്തിനൊത്ത് ഉയർന്നില്ല. ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിനും അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ പറ്റി. ഇറാൻ ഇനി രക്ഷപ്പെടില്ല, പല കഷ്ണങ്ങളാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇറാനിൽ ഉടൻ സിവിൽ വാർ തുടങ്ങും. ലോകത്തെ 30% എണ്ണ നിക്ഷേപവും ഇറാന്റെ കയ്യിലാണ്. അവർ കഴിഞ്ഞ 40 വർഷമായി എണ്ണ കയറ്റുമതി ചെയ്യുന്നു. ആ പണം കൊണ്ട് അവർ എന്തെങ്കിലും ആയുധങ്ങൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടാകും. ഇറാന്റെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ഞാൻ നശിച്ചു, നീയും രക്ഷപ്പെടണ എന്ന് കരുതി ഇറാൻ ഒരു ഡേർട്ടി ബോംബ് മിഡിൽ ഈസ്റ്റിലെ എവിടെയെങ്കിലും ഇട്ടാൽ എന്ത് സംഭവിക്കും? ഇറാന്റെ മിസൈൽ ഒന്നും അമേരിക്കൻ മെയിൻലാൻഡിൽ എത്തില്ല, പക്ഷേ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും തകരും. ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും സമാധാനം ഉള്ള രാജ്യമാണ് UAE എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചത്. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എല്ലാം സേഫ്. രാജ്യത്തിലെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി. ഇന്ന് ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി. ഇറാന്റെ മിസൈൽ സൗദി അറേബ്യയിലും UAEയിലും എത്തി. ഇന്ന് ലോകത്തെ ഏറ്റവും അൺസേഫായ രാജ്യമാണ് UAE. ഇറാൻ ഒറ്റക്ക് ആണ്. റഷ്യയും ചൈനയും കൂടെയില്ല. അമേരിക്കയുടെ കൂടെ എല്ലാവരും ഉണ്ട്. മിഡിൽ ഈസ്റ്റ്, ഇസ്രായേൽ, യൂറോപ്പ് എല്ലാം. എന്തെങ്കിലും നാശനഷ്ടം അമേരിക്കക്കുണ്ടായാൽ അവർ അതിന് കണക്കാക്കി മറ്റു രാജ്യങ്ങളിൽ നിന്നും വസൂലാക്കും. അതാണ് അമേരിക്ക. അമേരിക്ക എല്ലാവരെയും തള്ളി കുഴിയിലിട്ട് എസ്കേപ്പ് ആകും. പക്ഷെ ഇപ്രാവശ്യം തടി ഊരാൻ കുറച്ച് പണിയുണ്ട്. കാരണം കൊച്ചി പഴയ കൊച്ചിയല്ല, ലോകം പഴയ ലോകമല്ല. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചു. എണ്ണ വില കുതിച്ചുയർന്നാൽ എന്താകും? ക്രൂഡ് ഓയിൽ വില സാധാരണയായ ഒരു ബാരലിന് 60 മുതൽ 90 അമേരിക്കൻ ഡോളറിൽ നിന്നും 2008 $147 എത്തിയാൽ പല രാജ്യങ്ങളും സാമ്പത്തികമായി തകർന്നടിയും. ഇന്ത്യക്ക് റഷ്യ, സൗത്ത് അമേരിക്ക, ഗയാന, വെനിസ്വേല, ബ്രസീൽ ഇവിടുന്നൊക്കെ എണ്ണ വാങ്ങാം. നമ്മളെ എണ്ണവില വലുതായി ബാധിക്കില്ല. ശുദ്ധീകരിച്ച എണ്ണ വേണമെങ്കിൽ ഇന്ത്യക്ക് യൂറോപ്പിൽ കയറ്റി അയക്കുകയും ചെയ്യാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ അയച്ച ഒരു മിസൈലും ഡ്രോണും ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. കാരണം എന്താണ്? 2013 തുടങ്ങിയതാണ് ഇന്ത്യയുടെ ലെയർഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. അത് പലതരം റേഞ്ചുള്ള ആന്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണ്. ഒന്ന് ലോങ് റേഞ്ച് പൃഥ്വി S-400. ഇതിന് 350 മുതൽ 600 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. 2 മീഡിയം റേഞ്ച് ബരാക് സിസ്റ്റം, ഇൻഡോ ഇസ്രയേൽ നിർമ്മിതമാണ്. ഇതിന്റെ റേഞ്ച് 70 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. 3 ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള QRSAM, LRSAM, സ്പൈഡർ സിസ്റ്റം. അതിന് 15 മുതൽ 100 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് AESA റഡാർ ആണ്. സ്വാഡ്ഫിഷ്, കുഷ് ഇതിന്റെ റേഞ്ച് 400 മുതൽ 600 കിലോമീറ്റർ വരെയാണ്. ഈ റഡാറുകളും ആന്റി മിസൈലുകളും ചേർന്ന് ഒരു ലെയർഡ് സിസ്റ്റമാണ്. ഇതെല്ലാം ഒരു ഗ്രിഡ് സിസ്റ്റമായി പ്രവർത്തിക്കുന്നു. ഓരോ അറ്റാക്ക് മിസൈൽ വരുമ്പോഴും അതിന്റെ പ്രഹരശേഷി അനുസരിച്ച് ആന്റി മിസൈൽ അയക്കും. 1 ലക്ഷം രൂപ വിലയുള്ള ഡ്രോൺ ആണെങ്കിൽ വെറും 1000 രൂപ മാത്രം വിലയുള്ള ആർട്ടിലറി ഫയർ ചെയ്ത് അതിനെ തകർക്കും. അല്ലാതെ 5 കോടി വിലയുള്ള മിസൈൽ അയക്കില്ല. അതാണ് ബുദ്ധി. അങ്ങനെയാണ് ഇന്ത്യയുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇനി അമേരിക്കക്കും ഇസ്രായേലിനും എന്താണ് പറ്റിയതെന്ന് നോക്കാം. ഇവരുടെ അയോൺ ഡോം, പാട്രിയറ്റ്, താഡ് ഇതെല്ലാം വേൾഡ് ക്ലാസ് സിസ്റ്റം തന്നെ, ഒരു സംശയവുമില്ല. പക്ഷേ ഇവയൊന്നും പരസ്പരം ഇന്റഗ്രേറ്റഡ് അല്ല. എല്ലാം സെപ്പറേറ്റഡ് ആണ്. ലെയർഡ് അല്ല, ഗ്രിഡ് സിസ്റ്റം അല്ല. 1 ലക്ഷത്തിന്റെ ഡ്രോൺ വന്നാലും 4 കോടിയുടെ മിസൈൽ വന്നാലും എല്ലാം 4 കോടിയുടെ ആന്റി മിസൈൽ ഫയർ ചെയ്ത് നശിപ്പിക്കണം. യുദ്ധം കോസ്റ്റ് എഫക്റ്റീവ് അല്ല. ശത്രുവിനേക്കാൾ ധനനഷ്ടം അമേരിക്കക്കും ഇസ്രായേലിനും ആണെന്നർത്ഥം. ജെറുസലേമിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് അയൺ ഡോം കൊണ്ടാണ്. ഇതിന്റെ കപ്പാസിറ്റി 100 മിസൈൽ ആണെങ്കിൽ 120 മിസൈലുകൾ ശത്രുക്കൾ അയച്ചാൽ എന്ത് സംഭവിക്കും? ബാക്കി 20 എണ്ണം കൊള്ളും. ഇതാണ് അമേരിക്കക്കും ഇസ്രായേലിനും സംഭവിച്ചത്. ഇനി ഈ യുദ്ധം അവസാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. അമേരിക്ക ഇതുവരെ B-2 ബോംബേഴ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇറാന്റെ മിസൈലുകൾ തീരാൻ 2 ആഴ്ചയോളം എടുക്കും. ഇതുവരെ ഇറാന്റെ അടി ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കണം. B-2 ബോംബേഴ്സ് കൊണ്ടുവന്നാൽ അമേരിക്ക ആക്രമണം ഘടിപ്പിച്ചാൽ ഇറാൻ തകരും. അമേരിക്ക ഒരിക്കലും ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കില്ല. എന്നാലും ബലൂചികളും അഫ്ഗാനിസ്ഥാനിലെ താലിബാനികളും ചേർന്ന് ഇറാനെ ആക്രമിക്കും. ഇറാന്റെ കുറേ ഭാഗം അഫ്ഗാനിസ്ഥാന്റെയും ബലൂചിസ്ഥാന്റെയും കയ്യിലാകും. സിസ്താൻ ബലൂചിസ്ഥാനും ചേർന്ന് വലിയ ബലൂചിസ്ഥാൻ പിറക്കും. ഇറാൻ കഷ്ണങ്ങളാകും. എങ്കിൽ പാകിസ്ഥാനും കഷ്ണങ്ങളാകും. സൗത്ത് ഏഷ്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും മാപ്പ് മാറ്റി വരക്കുമെങ്കിൽ ഇന്ത്യക്കും ചിലതൊക്കെ ചെയ്യാനുണ്ട്. ചിലപ്പോൾ ഇന്ത്യൻ സേന അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തെന്ന് വരാം. അല്ലെങ്കിൽ തൂണും ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെയാകും. നമ്മൾ നല്ലതാണെന്ന് കരുതി എല്ലാവരും നല്ലതാണ് എന്ന് ചിന്തിക്കണ്ട. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറത്തുന്നവർ അങ്ങ് മാറി നിൽക്കുക. യുദ്ധം അങ്ങ് മിഡിൽ ഈസ്റ്റിലാണ്, അമേരിക്കയും ഇറാനും തമ്മിലാണ്. നമ്മൾ മിണ്ടണ്ട എന്നൊക്കെ ചിന്തിക്കുന്നത് വെറും മണ്ടത്തരമാണ്. നമ്മുടെ വീട്ടിലെ കോമ്പൗണ്ടിൽ നമ്മൾ സേഫാണ്. പക്ഷേ പുറത്തുള്ള കാട്ടിൽ വിഷപ്പാമ്പുകൾ, ഹിംസമൃഗങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും നാം ജാഗരൂകരാകണം.